ഹലോ. ഇന്ന് നമ്മൾ കൊൽക്കത്തയിലെ ഏറ്റവും വലിയ പാർക്കും ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു അർബൻ പാർക്കുമായ ഇക്കോ പാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് കേട്ടോ. ഏകദേശം 400-500 വലിയ വെഹിക്കിൾസിനെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇത് ന്യൂ ടൗൺ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഗേറ്റ് നമ്പർ 3 വഴിയാണ് എൻട്രി ചെയ്തത്. 2012 പണിതീരുന്ന ഈ പാർക്കിന്റെ ഫൗണ്ടർ മമത ബാനർജിയാണ്. 30 രൂപ എൻട്രി ടിക്കറ്റ് കൊടുത്താണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത്. അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഈ ഒരു സൈക്ലിംഗ് ഏരിയ. 150 റുപ്പീസിന് 30 മിനിറ്റ്സ് ആണ് ഇവരെ അലൗ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളും ഒരു സൈക്കിൾ വാങ്ങി. 30 മിനിറ്റ് സൈക്ലിംഗ് കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് ഉണ്ടായത്. ഐഫിൽ ടവറിൻ്റെ മാതൃകയിലുള്ള സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ മടങ്ങി. കാണാനായി ഒത്തിരി കാഴ്ചകളും ഒത്തിരി ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഉച്ച 2:30 തൊട്ട് 8:30 വരെയാണ് ഇതിന്റെ ടൈമിംഗ്. ഫാമിലീസും ഫ്രണ്ട്സും ആയിട്ട് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. അകത്ത് ഫുഡ് അലൗഡ് ആണ്. പലതരത്തിലുള്ള ഫുഡ് കോർട്ടും ഇതിനകത്ത് അവൈലബിൾ ആണ്. ആൾമോസ്റ്റ് ഒരു 480 ഏക്കർ സ്ഥലമുണ്ട്. നടുവിലായിട്ട് ഈ വാട്ടർ ബോഡി കാണുന്നില്ലേ? ഇതിൽ ഈ വാട്ടർ ബോഡിയിൽ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കുറേ ബോട്ടിങ്, കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സെൻട്രലായിട്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ബോട്ടിൽ അവിടെ കൊണ്ടുപോകും. റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മടങ്ങാം. പ്രത്യേകിച്ച് ചാർജൊന്നും അതിന് ഈടാക്കുന്നില്ല. റെസ്റ്റോറൻറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു 3-4 hours സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു ആഫ്റ്റർനൂൺ ഇവിടെ വന്ന് ഫുഡൊക്കെ പാർസലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ സൈഡിൽ ഇരുന്ന് കഴിച്ച് കുട്ടികളുടെ ഫാമിലിൻ്റെ കൂടെ ഒക്കെ എൻജോയ് ചെയ്ത് മടങ്ങാം. 30 റുപ്പീസ് എൻട്രി ഫ്രീ ഉള്ളൂ. പിന്നെ ഉള്ളിൽ സൈക്ലിങ്ങിന് ഹാഫ് ആൻ അവറിന് 150 റുപ്പീസാണ്. ടോയ് ട്രെയിനിന് 100 റുപ്പീസ് പെർ ഹെഡ്, 150 റുപ്പീസ് പെർ ഹെഡ്, അങ്ങനെയൊക്കെയാണ്. ഇറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. ഉള്ളിൽ റെസ്റ്റോറൻറ്റ്, പലവിധ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഫുഡും കിട്ടിക്കോളും. നല്ലൊരു എൻവയർമെൻറ്റാണ്. പക്ഷേ ചൂട് സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ വിൻ്റർ സീസണിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയൊക്കെ ആയിരിക്കും ബെസ്റ്റ് ടൈം. ഇത് മുഴുവൻ ചുറ്റി നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ദിവസമെങ്കിലും മിനിമം വേണ്ടി വരും. ഏകദേശം പകുതി ഏരിയ മാത്രമേ ഞങ്ങൾക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊരു ജാപ്പനീസ് ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഈ ബാംബൂ സർക്കിളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം.